6 വർഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കൂടാതെ ദേശാഭിമാനി പത്രത്തിലേക്ക് പത്രാധിപനൊക്കെയായിരുന്ന ഒരു വ്യക്തിയാണ് പുത്തലത്ത് ദിനേശൻ എന്ന് പറയുന്നത്. അവസാനം പുത്തലത്ത് ദിനേശന് തന്നെ പാർട്ടി ഒരു സഹി കെട്ടിരിക്കുന്നു. അതായത് CPM എന്ന പാർട്ടിയെ കൊണ്ട് പുത്തലത്ത് ദിനേശന് തന്നെ ഒരു തലവേദനയായി. സ്വയം പറയുകയാണ് പാർട്ടി ഒരു ദയനീയമായ ഒരു തോൽവി, ഒന്നിനും കൊള്ളില്ലാത്ത ഒരു പ്രസ്ഥാനമായി CPM അതപ്പതിച്ചിരിക്കുന്നുവെന്ന് പുത്തലത്ത് ദിനേശൻ ആ ഒരു സംസാരത്തിൽ പുത്തലത്ത് ദിനേശൻ സംസാരിക്കുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ CPM-ൽ രാഷ്ട്രീയമായ ഒരു അലയൊലികൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. പാർട്ടി ഉന്നത നേതൃത്വത്തിന്റെ മുൻ തീരുമാനങ്ങളെയും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെയും പരസ്യമായി ചോദ്യം ചെയ്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പുത്തലത്ത് ദിനേശൻ രംഗത്ത് വന്നിരിക്കുകയാണ്. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പാർട്ടിക്ക് കടുത്ത പ്രതിരോധം തീർക്കുന്ന ഗുരുതരമായ ആഭ്യന്തര വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. പയ്യന്നൂർ, തളിപ്പറമ്പ് നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ പാർട്ടി എടുത്ത തീരുമാനങ്ങൾ പാളിപ്പോയെന്ന് പുത്തലത്ത് ദിനേശൻ തുറന്നടിക്കുകയാണ്. പയ്യന്നൂരിൽ TV മധുസൂദന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ നിലവിലെ MLA വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളെ പരോക്ഷമായി ശരിവെക്കുന്നതാണ് ഈ പ്രതികരണം. കൂടാതെ തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് വേണ്ടത്ര ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് M പത്മകുമാർ ജയിലിലായിരുന്ന സമയത്ത് നടപടിയെടുക്കുന്നതിൽ പരിമിതികൾ ഉണ്ടായിരുന്നുവെന്ന് നേരാണ്. എങ്കിലും വിഷയത്തിൽ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് സമയബന്ധിതമായി നടപടി സ്വീകരിക്കാത്തത് പാർട്ടിയുടെ വലിയ പോരായ്മയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിനു പുറമെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന 6 പ്രമുഖർ LDF-നെതിരെ വിമതരായി മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ അവമതിപ്പ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയെന്നും ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിക്കുകയാണ്. HDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളോട് CPM-ന് യോജിപ്പുണ്ടായിരുന്നു. എന്നാൽ അത് കുറെ കൂടി വ്യക്തമായും ശക്തമായും പൊതുസമൂഹത്തിന് മുന്നിൽ ആഞ്ഞടിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ തുറന്നു കാണിക്കേണ്ടതായിരുന്നു. അതിൽ പാർട്ടി ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നാണ് പുത്തലത്ത് ദിനേശൻ പറയുന്നത്. ഇത് രാഷ്ട്രീയ എതിരാളികൾക്ക് തെറ്റായ പ്രചരണം നടത്താൻ ഒരു അവസരം അല്ലെങ്കിൽ ഒരു ആയുധം തന്നെ CPM പ്രതിപക്ഷത്തിന് നൽകിയെന്നാണ് ദിനേശൻ പറയുന്നത്. പാർട്ടിയുടെ പ്രകടന പത്രികയിലെ കാഴ്ചപ്പാടുകൾ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ LDF-ന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങൾക്ക് ഇത്തവണ ജനങ്ങളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല എന്ന ഗുരുതരമായ കണ്ടെത്തലും അദ്ദേഹം നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തെ ചില നേതാക്കളുടെ പ്രസ്താവനകളും ജനങ്ങളുടെ യഥാർത്ഥ മനോഭാവം മനസ്സിലാക്കുന്നതിൽ പാർട്ടി ഘടകങ്ങൾക്ക് സംഭവിച്ച വീഴ്ചയുമാണ് ഈ ദയനീയ പരാജയത്തിന് ആക്കം കൂട്ടിയതെന്ന് പുത്തലത്ത് ദിനേശൻ വിലയിരുത്തുകയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ ഉയർന്നുവന്ന ഈ പരസ്യ പ്രതികരണം വരും ദിവസങ്ങളിൽ CPM-ൽ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് വഴി തുറക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം CPM-ന്റെ എത്രത്തോളം CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് രീതിയിൽ പോകുന്നു, എങ്ങനെ പോകുന്നു എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് പുത്തലത്ത് ദിനേശൻ എന്ന് പറയുന്നത്. കാരണം 6 വർഷത്തോളം പിണറായി വിജയന്റെ കൂടെ എല്ലാ രാഷ്ട്രീയ കളികളും മുന്നിൽ നിന്നും കണ്ട ഒരു വ്യക്തിയാണ്. കൂടാതെ എന്ത് CPM-ന്റെ ഉറക്കത്തിൽ നിന്ന് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും പുത്തലത്ത് ദിനേശന് പാർട്ടിയിലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഏതൊക്കെ അഴിമതികളുണ്ടെന്ന് പുത്തലത്ത് ദിനേശൻ തുറന്നു പറയും. അങ്ങനെ ഈ പുത്തലത്ത് ദിനേശൻ അക്കമിട്ട് ഫേസ്ബുക്കിലേക്ക് ഓരോ കാര്യങ്ങളും എഴുതി വിടുമ്പോൾ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇനി വരുന്ന മീറ്റിങ്ങുകളടക്കം, അതായത് പാർട്ടിയുടെ മീറ്റിങ്ങുകളടക്കം, യോഗങ്ങളടക്കം ഇത് നേതാക്കന്മാർ ശക്തമായി തന്നെ ആഞ്ഞടിക്കാനുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണം, അതോടൊപ്പം തന്നെ MV ഗോവിന്ദൻ പാർട്ടിയുടെ സ്ഥാനത്ത് നിന്നും ഒഴിയണം എന്നൊക്കെയുള്ള പല രീതിയിലുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ അണികളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ പുത്തലത്ത് ദിനേശന്റെ ഫേസ്ബുക്ക് പോസ്റ്റും കൂടി ആകുമ്പോൾ നല്ല ശക്തമായ ഒരു കൊടുങ്കാറ്റ് CPM-ൽ വരും ദിവസങ്ങളിൽ AKG സെൻട്രലിൽ വീശുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.